ബ്രിട്ടനും ഉക്രൈനുമെതിരെ ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉക്രൈൻ ഇറാന്റെ ഒരു ട്രേഡ് കപ്പലിന് നേരെ, വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് റഷ്യയിൽ നിന്നും ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിക്കുന്ന കപ്പലാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനു നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത്തരം ആക്രമണം ഉക്രൈൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതികരണം ഇറാന്റെ ഭാഗത്തുണ്ടാകുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയത്ത് ശക്തമായൊരു ഭീഷണി ബ്രിട്ടനെതിരെയും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ ഏതെങ്കിലും രീതിയിൽ ബ്രിട്ടൻ സഹായിക്കുകയാണെങ്കിൽ, അവരുടെ വ്യോമതാവളം ഏതെങ്കിലും അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ബ്രിട്ടനെതിരെ ശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഓരോ തലങ്ങളിൽ നിന്നുമുള്ള നീക്കങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് കൃത്യമായി ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ബ്രിട്ടൻ നീങ്ങുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ബ്രിട്ടന് നേരെ ഉണ്ടാകുമെന്ന്, മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ബ്രിട്ടൻ ഇതിനോട് വ്യക്തമായി പ്രതികരിച്ചില്ല. എന്തായാലും ഇനി അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ബ്രിട്ടന്റെ ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാൻ ഇതുവരെ അത്തരത്തിലുള്ള ഏതൊരു ഭീഷണികളെയും അവർ ശക്തമായി നേരിടുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് രാഷ്ട്രങ്ങളിൽ നിന്നാണെങ്കിലും അവർക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനോട് സൈനികപരമായി തന്നെ പ്രതികരിക്കുന്ന രീതിയാണ് ഇടക്കെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ബ്രിട്ടനുമായും അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കുമോ ഉണ്ടാവുക? മാത്രമല്ല, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഇറാനുമായി ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ വലിയ ദുരന്തം നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും. കടലിൽ വലിയ രൂപത്തിലുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തുണ്ടാകും. ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൈനിക നീക്കങ്ങളിലേക്ക് ഇറാനുമായി ബ്രിട്ടൻ പോകുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇറാൻ ശക്തമായ രൂപത്തിൽ തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്.